ശരിക്കും നമ്മളൊക്കെ ഒരു മതം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? എല്ലാവരും ഓരോ മതം ഉപേക്ഷിച്ച്, നമുക്കൊക്കെ ഒരു മതമല്ലേ ഉള്ളത്. പക്ഷെ എന്നാൽ 2 മതം ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. 2 മതം. അതെന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ഇസ്ലാം, ഒന്ന് ഹോമിയോപ്പതി. അങ്ങനെ 2 മതം ഉപേക്ഷിച്ചിരിക്കുന്ന ആരിഫ് ഹുസൈൻ 3 മതം, കമ്മ്യൂണിസം. ഓക്കെ, അപ്പൊ 2 മതം എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നില്ല. 3 മതം ഉപേക്ഷിച്ചിട്ട് നിൽക്കുവാണ്. നമ്മുടെ സമാധാന മതക്കാരുടെ കണ്ണിലുണ്ണി തന്നെയാണ് അദ്ദേഹം. അപ്പോ എനിക്ക് പറയാനുള്ളത്, വിപരീത ദിശകളിൽ കൈകാലുകൾ വെട്ടപ്പെടും, അല്ലെങ്കിൽ താൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്നറിഞ്ഞിട്ടും വളരെ ശക്തമായ ഭാഷയിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കാമോ അങ്ങനെയൊക്കെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും ശക്തമായി അദ്ദേഹം ഈ വക കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ആരിഫ് ഹുസൈൻ. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലൊരു നിറഞ്ഞ സദസ്സിൽ വരാൻ പറ്റുന്ന തരത്തിൽ ഇതൊരുക്കിയ കണ്ണൂർ NRC ഭാരവാഹികളെ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അംഗങ്ങൾ, അവർക്കുള്ള നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഒന്ന് സ്പീഡപ്പാക്കാം. ഏതായാലും റിജുവിൻ്റെ അത്ര സ്പീഡ് കാണില്ല, ക്ഷമിക്കണം. പരമാവധി ശ്രമിക്കാം. നമ്മളുടെ വിഷയം കേരള സിവിൽ കോഡ് എന്നതാണ്. യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഗതി അത് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൈപൊക്കാവോ? ആരുമില്ല, എല്ലാവർക്കും അറിയാം. അത് വേണോ വേണ്ടയോ? വേണ്ട എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സംഗതി വേണ്ട നമ്മുടെ സമൂഹത്തിൽ എന്ത് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കാം, ധൈര്യമായിട്ട് പൊക്കാം. ആരും കൈ വെട്ടില്ല, ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു പ്രത്യേക തുടർഭരണ സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഇന്നലെ സംസാരിച്ചൊരു വിഷയത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പല ആളുകളും ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്, സ്വതന്ത്ര ചിന്തകരാണ്, റാഷണലിസം നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് നിലവിൽ ആർക്ക് നമ്മൾ വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ മുന്നിൽ 3 ഓപ്ഷൻസാണ് ഞാൻ നോക്കിയിട്ട്. ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം, എന്നാലും ഒരു 3 ഓപ്ഷൻ വെക്കുകയാണ്. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ, ഒരു പാർട്ടിയും കൊള്ളില്ല, എല്ലാം കണക്കാണ് എന്ന് വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ വേറൊരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കലി എത്രമാത്രം എളുപ്പമല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ, പാർട്ടി ഉണ്ടാക്കാതെ തന്നെ നമുക്കറിയാം അത് നടത്തണമെങ്കിലുള്ള പാട്. നമ്മളിനി എത്രയൊക്കെ വലിയ ഐഡിയൽസ് വെച്ച് ഉണ്ടാക്കിയാലും അവസാനം ആം ആദ്മി പാർട്ടി പോലെ ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ പുതിയത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നുള്ള ഓപ്ഷൻ എന്താണ്? പിന്നുള്ളത് നോട്ട. നിലവിലുള്ള ഒരു പാർട്ടിക്കും കുത്തരുത്, നോട്ടയ്ക്ക് കുത്തുക എന്നുള്ളതാണ്. സത്യത്തിൽ നോട്ട എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതിൻ്റെ കൈയും കാലൊക്കെ വെട്ടി ചിറകൊക്കെ കെട്ടിയാണ് നമ്മൾ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അതങ്ങനെ ഒരു പാവയെ പോലെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിനെ ശക്തിപ്പെടുത്തിയാൽ നോട്ട ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ 2ാമത് നടത്തേണ്ടി വരുന്നൊരു ഗതികേടുണ്ടെങ്കിൽ നോട്ട അത്യാവശ്യം പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിനുള്ള സാധ്യതയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നടക്കുന്ന ലോകത്തുള്ള രാജ്യങ്ങൾ പോലും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ നോട്ടയ്ക്ക് പറക്കാൻ കഴിയില്ല, കുരയ്ക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, പാവയാണ്. 3ാമത്തെ ഓപ്ഷൻ എന്താണ്? 3ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത്, ഇതിന് രണ്ടിനും നമുക്ക് പറ്റാത്ത ഒരു സമയത്ത് ഒരു ഓപ്ഷൻ ഉള്ളത് തുടർഭരണം തടയുക എന്നുള്ളതാണ്. കണ്ണും പൂട്ടി തടയുക, വേറെ ഒന്നും ചെയ്യാനില്ല. എത്ര നല്ല പാർട്ടിയാണ്, എത്ര നല്ല ഭരണമാണെന്ന് തോന്നിയാലും സിമ്പിളായിട്ടുള്ളൊരു ലോജിക് അത് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ കാരണം നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ റിജു അത് ഇവിടെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എന്താണ് തുടർഭരണം ഉണ്ടാക്കുന്ന ഭീകരത, എന്തായിരിക്കും, എങ്ങനെയാണ് പച്ചവെള്ളം ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പിന്നീട് ചോര കുടിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുന്നത് എന്നത് നമുക്ക് ബംഗാളിലൂടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ തുടർഭരണം തടയുക എന്നതാണ്. അപ്പോൾ ഇത്തവണ
കോൺഗ്രസിന് കുത്തുന്നവർ അടുത്ത തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുത്തുക, ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുത്തുന്നവർ അടുത്ത തവണ കോൺഗ്രസിന് കുത്തുക, അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ട് അതിന് തുടർ ഭരണത്തിന് അവസരം ഒരുക്കിയാൽ അവിടെ ഒരു മത്സരക്ഷമത നമുക്ക് നിലനിർത്താൻ പറ്റുകയും പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകളിലേക്ക് നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു അവസരം അവിടെ ഉണ്ടാവും. അങ്ങനെ നിർബന്ധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ, പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അതിവിടെ പറയാൻ കാരണം, സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാരണം, നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയത്തിൽ പോലും അത്തരത്തിലുള്ളൊരു വിഷയം നമുക്കിവിടെ കാണാൻ കഴിയും. ചില നിലപാട് മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ. കേരള എന്ന് പറയരുത്, കേരളം എന്ന് പറയണം എന്നാണ് പുതിയ നിയമം. പേര് മാറ്റിയിട്ടുണ്ട്. പേര് മാറ്റുന്നതിൻ്റെ ഒരു സമയത്തിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പം ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ പേര് അവിടെ വരുന്നു, അപ്പം ഇപ്പുറത്തേത് ഭാരതമാക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പ്രശ്നം അവിടെ ആലോചിച്ചത്, ഇപ്പം നമുക്കറിയാം കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ABCD എന്ന് പറഞ്ഞ് വിഭജിക്കും. ആ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഇന്ത്യ A, ഇന്ത്യ B, ഇന്ത്യ C എന്ന് പറഞ്ഞിട്ടായിരിക്കും. കഷ്ണം കഷ്ണം മുറിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് പിരിച്ചുവിടും. പിരിച്ചുവിടുന്ന സമയത്ത് പറയും ഇന്ത്യയെ പിരിച്ചുവിട്ടു. ഇതൊക്കെ നമ്മൾ ഇനി കേൾക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പേരുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പം നമ്മളുടെ വിഷയം യൂണിഫോം സിവിൽ കോഡും അത് ഒരു കാലത്ത് നടത്തണമെന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളുകൾ പിന്നീട് നമ്മൾ കാണുന്നത് അത് വേണ്ട, അതിന് സമയമായിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പം നിലവിൽ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ഒരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ലോ കമ്മീഷൻ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു വിൻഡോ പീരീഡ്. ആ വിൻഡോ പീരീഡിൽ ജൂലൈ അവസാനം വരെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 75 ലക്ഷത്തോളം റെസ്പോൺസസ് ആണ് അവിടെ ചെന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടി വരികയാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും അത് ഒരു ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാണ്. അടിസ്ഥാനപരമായിട്ട് വിവാഹമോചനം, മെയിൻ്റനൻസ്, അതുപോലെ സ്വത്തവകാശം, ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങളാണ് യൂണിഫോം സിവിൽ കോഡിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നിയമങ്ങൾ, അതല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ള നിയമങ്ങൾ, എവിഡൻസ് ആക്ട് പോലെ, അതല്ലെങ്കിൽ കോൺട്രാക്ട് നിയമങ്ങൾ, അങ്ങനെ ഏത് സംഗതി എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ഏകീകരണമുണ്ട്, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ആളുകളെ അവരുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവരുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ വേർതിരിക്കാതെ ഇന്ത്യക്കാരനാണോ എന്നാൽ നിങ്ങൾക്ക് ഈ നിയമമാണ് ബാധകം എന്ന രീതിയിൽ അതിനെ ഒരു നിയമ സംവിധാനം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ സിവിൽ മാറ്റേഴ്സ് വരുമ്പോൾ അതിൽ തന്നെ 90-99% ഇതുപോലെ ഏകീകരിക്കപ്പെട്ടതാണെങ്കിൽ ചില വിഷയങ്ങൾ ഇപ്പോഴും മതത്തിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവിടെ അത് വ്യക്തി നിയമങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മളിവിടെ കേൾക്കാറുള്ളത്. അത് ഓരോ വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ യൂണിഫോം സിവിൽ കോഡ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണമല്ലോ, അത് ചർച്ച ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറേ ബെനിഫിറ്റ്സ് പറയാറുണ്ട്. പ്രധാനമായിട്ടും അത് ഇന്ത്യയെ ഒന്നാക്കി മാറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുത്തു പറയുന്ന തരത്തിലേക്ക് ഇത്തരം അവസ്ഥകളിൽ വരാതെ അവിടെ ഒരു ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു ഫീലിംഗ് അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. അതേപോലെ പല ഗുണങ്ങൾ പറയുന്നു. പേഴ്സണൽ ലോ എന്ന് പറയുന്ന സംഗതി വെച്ചുകൊണ്ട് ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത്, ഇതെല്ലാം അവിടെ തടയപ്പെടുന്നു. പക്ഷെ അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമങ്ങളിൽ ഒരു തുല്യത, നമ്മൾ നേരത്തെ കണ്ട വിഷയങ്ങളിൽ വിവാഹമോചനം, പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഒരു തുല്യത കൊണ്ടുവരിക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഔട്ട്കമായിട്ട് നമ്മൾ കാണിക്കുന്നത്. ആ തുല്യത, അവിടെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അവിടെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം. അപ്പോൾ ഗുണങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേക ഗുണങ്ങൾ നമുക്ക് എണ്ണി പറയാം. പ്രത്യേകിച്ച് BJP-ക്കാർക്ക് അതിനെക്കുറിച്ച് തേനും പാലും ഒഴുക്കാം.
അവരാണല്ലോ ഇപ്പോൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിനെ എതിർക്കണമല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ട് ഒരു 4-മത്തെയോ 5-മത്തെയോ വേദിയിലാണ് ഈ ഫിസിക്കലായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഓൺലൈനായിട്ട് അല്ലാതെയും വേറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര വേദികളിലും അറ്റൻഡ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് പോലും എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്നുള്ളതിന് കഴമ്പുള്ള ഒരു കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല. ആരും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. അതിനെ എതിർക്കാനെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ പറയുന്ന വാദം മുഴുവൻ നമ്മൾ എടുത്തു വെച്ച് ആറ്റി കുറുക്കി അത് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ, അതൊരു ബീക്കറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഇത്രത്തോളം വരും. അത് 2 കാര്യങ്ങളാണ്. അതിനെ ഞാൻ വിളിക്കുന്നത് ഒരു സ്പേസ് ടൈം ഒരു ആർഗ്യുമെൻ്റ് എന്ന് നമുക്ക് വേണേൽ വിളിക്കാം. ഒന്ന്, സമയമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡിന് സമയമായിട്ടില്ല, ടൈം ആയിട്ടില്ല. 2, സ്പേസ്, സ്ഥലം. ഇന്ത്യയിൽ അത് വേണ്ട. ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു സാധനത്തിന് ആവശ്യമില്ല. ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റി, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. നമ്മൾ ഇത്തരം നിയമങ്ങൾ ഏകീകരിക്കുമ്പോൾ അതിനെ തടയും. ഇത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ സ്പേസ്, സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ, സമയം ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ടൈം, ആ ഒരു വളരെ വികലമായ വാദമാണ് ഇതിൽ ഒന്നാമതായിട്ട് ഇവർ വെക്കുന്നത്, ഒരു സ്പേസ് ടൈം ആർഗ്യുമെൻറ്റ്. 2-മത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ആർഗ്യുമെൻ്റാണ്. അതായത് ഇവിടെ BJP ഇത് കൊണ്ടുവരുന്നു, അതുകൊണ്ട് നമുക്കിതിനെ എതിർക്കണം. ഇതാണ് പറയുന്നൊരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സംഖ്യയായതുകൊണ്ട് എന്തായാലും അങ്ങനെയാണല്ലോ ആളുകൾ കാണുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്നത് BJP കൊണ്ടുവരുന്നത് കൊണ്ടാണോ നമ്മളൊരു സംഗതി എതിർക്കേണ്ടത്? ആ കൊണ്ടുവരുന്ന സംഗതിയിലെ മെറിറ്റ് നോക്കിയിട്ട് അത് ശരിയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് തെറ്റാണെങ്കിൽ അതിനെ എതിർക്കുക. അതല്ലേ ഒരു യഥാർത്ഥ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതല്ലേ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് അതല്ല. നമ്മളിവിടെ കാണുന്നത് ഒന്നുകിൽ രാഷ്ട്രീയ അടിമത്തം, അതല്ല എന്നുണ്ടെങ്കിൽ അന്ധമായ രാഷ്ട്രീയ വിരോധം, ഹെയ്റ്റ് അല്ലെങ്കിൽ സ്ലേവറി. ഈ 2 സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ട് ഒരു കാര്യത്തെ അസസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന വാദങ്ങളുടെ ആകത്തുക. ഞാൻ പറയുന്നു, ഈ 3 ആർഗ്യുമെൻസും യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി അത് ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ, അത് വേണ്ട എന്ന് പറയാൻ തക്കതായിട്ടുള്ള ഒരു കഴമ്പുള്ള കാരണമല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറയുന്നത്? പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുള്ള മറ്റ് ചില ഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ട് പറയും, അങ്ങനെ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ അത് ദാറ്റ് ഷാൽ നോട്ട് ബി എൻഫോഴ്സിബിൾ, അതിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊരു സാധനം വേറെയും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ അത് ശരിയാവുക എന്ന് ചോദിക്കും. അവർ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, അങ്ങനെ അത് ശരിയാണല്ലോ. ഒരു സ്ഥലത്ത് അത് എൻഫോഴ്സ് ചെയ്യരുതെന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് അത് സ്റ്റേറ്റ് ഷാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിന് നിർദ്ദേശിക്കുന്നു. നിർദ്ദേശക തത്വം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാ അവിടെ ഇത് വരികയാണ്, ഒരു കോൺട്ര വരികയാണ്, സീൻ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് വെച്ചിട്ടാണ് ഇതിനെ ഒരു കൂട്ടം ആളുകൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത്, ഈ തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നതോടൊപ്പം ഒരു മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട്. ഒന്ന്, പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടാണോ അത് ചെയ്തിട്ട് പോരെ ഇതാണ് ചോദിക്കുക. ആ വാദം എത്രമാത്രം അബദ്ധമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അവർ പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെയും കുറച്ച് സാധനമൊക്കെ ചെയ്യാനുണ്ടെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു 50% ആയിട്ട് വരുന്ന ഒരു കൂട്ടം ജനത്തെ അവരെ വിവേചനപൂർവ്വം കാണുന്ന രീതിയിൽ ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ആദ്യം തിരുത്തുക എന്ന് പറയുന്നത് ആയിരിക്കണ്ടേ നമ്മുടെ പ്രയോറിറ്റി. പക്ഷെ ഇവിടെ കാണുന്നത് അതല്ല. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് ഒരു പ്രയോറിറ്റി വെക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ പറയുന്നത്. അതിൽ
ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റത് ചെയ്തിട്ട് പോരെ, ഇത് ആദ്യം പറഞ്ഞത് അതല്ലല്ലോ, അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം വേറെ ഇല്ലേ എന്നാൽ ആ ചോദ്യം അതിവിടെ നടക്കില്ല എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു ആർഗ്യുമെന്റ് ഇത് തടയാൻ വേണ്ടിയിട്ട്, ഇത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. മതം ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ അവകാശവും നമുക്ക് വെച്ചു തരുന്നു. അതോടൊപ്പം തന്നെ മതത്തിൻ്റെ കാര്യങ്ങൾ അത് നിയന്ത്രിക്കാനുള്ള അവകാശവും നമുക്ക് വെച്ചു തരുന്നു, മതത്തിന് വെച്ചു കൊടുക്കുന്നു. പക്ഷേ അത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സംഗതിയാണോ ആ ഫ്രീഡം, ആ റിലീജിയസ് ഫ്രീഡം? അല്ല. അവിടെ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം. മതം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, എല്ലാ കാര്യവും ചെയ്യാം. പക്ഷെ അത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി അല്ലെങ്കിൽ ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അതിനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരും. ആ ഒരു ബേസിസിലായിരുന്നു നമ്മൾ സർക്കംസിഷനെതിരെയൊക്കെ നമ്മൾ നീങ്ങിയത്. പക്ഷെ കോടതിക്കൊക്കെ അത് തൊടാൻ ഇപ്പോഴും പേടിയാണെന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പം നമ്മളിവിടെ പറയുന്നത് ഈ ഒരു സംഗതി നമ്മളിവിടെ എടുത്തു നോക്കുമ്പോൾ ഈ വാചകം സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്ന് പറയുന്നതിനോടൊപ്പം ഒരു കോമ ഇട്ടിട്ട് ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി എന്നും കൂടി എഴുതി ചേർത്തിരുന്നെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഇതേപോലെ ചർച്ച ചെയ്ത് അതിൻ്റെ പേരിൽ ധ്രുവീകരണം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ പോലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഈ കോലാഹലം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ നിന്ന് സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ നമുക്കറിയാം ഈ പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി, റൈറ്റ് ടു ഇക്വാലിറ്റി, അത് ആർട്ടിക്കിൾ 14 15 ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുമ്പോൾ ഈ നിർദ്ദേശക തത്വം എന്ന് പറയുന്ന സംഗതി, അതിനകത്ത് ഈ സംഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നൊരു ആർട്ടിക്കിൾ അപ്പുറത്ത് മുകളിലുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകൾ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ തടുക്കാൻ നോക്കുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത്, നമുക്ക് പറയാനുള്ളത്, അതിനു മുകളിൽ ഒരു സാധനമുണ്ട്. ആ സാധനമാണ് ഈ സംഗതി 14 15. അത് നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്. അവിടെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് വിവേചനം പാടില്ല, ഈക്വൽ ആണ് എന്നവിടെ പറഞ്ഞിരിക്കെ പിന്നെ അതിനെ ലംഘിക്കുന്ന രീതിയിൽ ഒരു നിയമം താഴെയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ നമുക്ക് തടുക്കാൻ കഴിയില്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോലും കോടതി നിരീക്ഷിച്ച കാര്യമാണത്. കാരണം ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അതിന് മുകളിലുള്ള ആർട്ടിക്കിൾസ് പലതും അവിടെ അപ്ലിക്കബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ 370 റദ്ദാക്കിയേ പറ്റൂ എന്ന ഒരു നിരീക്ഷണമാണ് സുപ്രീം കോർട്ട് പോലും നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ റൈറ്റ് ഇക്വാലിറ്റി കഴിഞ്ഞിട്ടാണ്, അതിന് ശേഷം മാത്രമാണ് ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ മേലെ ഏതെങ്കിലും വിധേന ഒരു പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള കിരാതമായ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഇൻസുലേറ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രൊവിഷൻ തന്നെയാണ് ഈ ആർട്ടിക്കിൾ 14 15 ഒക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്, നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വാദം അത് നമ്മൾ മുന്നോട്ട് വെച്ചു. എന്തിനാണ് BJP അത് ചെയ്യുന്നത്? BJP കൊണ്ടുവരുന്നതുകൊണ്ടാണല്ലോ കുഴപ്പമെന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊണ്ടുവന്നൂടെ? കേരളത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം? ഈ ചോദ്യമാണ് നമ്മൾ പിന്നെ അവസാനം, കാരണം എല്ലാത്തിലും ഉത്തരം മുട്ടി അവർ. ആ ചോദ്യം വെക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് വെച്ചിട്ടൊരു പ്രോഗ്രാമിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കിവിടെ എന്താണ് കോർപ്പറേറ്റുകളെ കുറച്ച് പേരെ ഒന്ന് തല്ലിക്കൊല്ലാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഈ പണി, അതാണ് ഇപ്പം ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് തടിയൂരുന്ന കാര്യമാണ് ചെയ്തത്. കാരണം ഈ ചോദ്യം ഇത് ഒരു കാരണവശാലും അവർക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല. കാരണം ഇത് നമുക്കിവിടെ കാണാം, ഇതിൽ എഴുതിയിരിക്കുന്നു 44 തന്നെ, അതായത് ദ സ്റ്റേറ്റ് ഷാൽ എൻഡെവർ ടു സെക്യൂർ ദ സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ് എന്താണ് അത് നോക്കണമല്ലോ. അത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് തുടങ്ങുന്ന 36ാമത്തെ ഇതിനകത്ത് അവിടെ ആർട്ടിക്കിളിൽ അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നിടത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദ സ്റ്റേറ്റ് ഹാസ് ദ സെയിം മീനിങ് ആസ് പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 ആണെങ്കിൽ അതിന് മുകളിലുള്ള പാർട്ട് 3ൽ അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്ത അതേ ഡെഫിനിഷൻ തന്നെയാണ് ഈ പാർട്ട് 4ലും ആ സ്റ്റേറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് പാർട്ട് 3ൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ? ആ പാർട്ട് 3ൽ അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഡെഫിനിഷൻ. ഇൻ ദിസ് പാർട്ട് അൺലെസ് ദ കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയർസ് ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ദ ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ,
ദി ഗവൺമെൻറ് ആൻഡ് ദ ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്. അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. പഞ്ചായത്ത് അടിസ്ഥാനം വരെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അവിടെ ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാജ്യം മാത്രമല്ല, സംസ്ഥാനവും പെടും, പഞ്ചായത്ത് വരെ പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർക്കാൻ കഴിയുക? അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഈ കേരളം സിവിൽ കോഡിൻ്റെ ചില പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അതല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നതിലെ ചില പ്രശ്നങ്ങൾ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ടയ്ക്ക് തന്നെയാണ്. അവിടെ നമ്മൾ ഒരു വാർത്ത കാണണം. 2022 ഡിസംബറിൽ വന്ന വാർത്തയാണ്. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം സ്ത്രീകളുടെ അഭിപ്രായവും സർക്കാർ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതി. ഇത് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു നിർദ്ദേശമാണ്. എന്താ സംഭവം? കേരളത്തിലുള്ള കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള VP സുഹറെ പോലെയൊക്കെയുള്ള കുറച്ച് ആളുകൾ അവർ ഫേസ് ചെയ്യുന്ന ഈ വിവേചനം, സ്വത്തവകാശം സംബന്ധിച്ച് മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന വിവേചനം സംബന്ധിച്ച് അത് ശരിയാക്കണം, യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇതിൽ ചില പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ട് ഈ വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സുപ്രീം കോടതിനെ സമീപിച്ചു. അങ്ങനെ സമീപിച്ച സമയത്ത് സുപ്രീം കോടതി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, ഇത് ഒന്ന് പഠിക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുക, സത്യവാങ്മൂലം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് സർക്കാർ ചെയ്തത് എന്താണ്? നേരെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതിനകത്ത് വിളിച്ചത് മുഴുവൻ പുരുഷന്മാരെയാണ്. ഓക്കെ, മത നേതൃത്വം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സ്ത്രീകളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമോ? മുസ്ലിം സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. ഇസ്ലാം മത നേതൃത്വം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീയുടെ മുഖം പോലും വരില്ല. പണ്ടായിരുന്നെങ്കിൽ വന്നേനെ. നമ്മൾ ജാമിദ ടീച്ചർ ഒരു നിസ്കാരത്തിനൊക്കെ ഇമാമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഇവിടെ അവിടെ ഉണ്ട്. യെസ്. അല്ലാന്നുണ്ടെങ്കിൽ ആരെ നമുക്ക് കാണാൻ കഴിയാം? ഒരാളെ പോലും കിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇവർ വിളിച്ചത് മുഴുവൻ മുസ്ലിം പുരുഷന്മാരെ, നേതൃത്വം മുഴുവൻ അവരാണ്. അങ്ങനെ അവർ വിളിച്ചിരുത്തിയിട്ട് അവരോട് കാര്യമൊക്കെ ചോദിച്ചു. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ശരിയത്താണ് ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പിരിഞ്ഞു പോയിക്കോ, കട്ടൻ ചായയും വടയൊക്കെ കൊടുത്ത് വിട്ടു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മളുടെ നമ്മളുടെ പിണറായി വിജയൻ എഴുതിയിരിക്കുകയാണ് ഇതിനകത്ത്, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പെട്ടെന്ന് ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അതാണ് പ്രശ്നം. ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതല്ല പ്രശ്നം, അത് പെട്ടെന്നായി എന്നുള്ളതാണ് ഒരു പ്രശ്നം. അടുത്തത്, രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കാനും ഭൂരിപക്ഷ ആധിപത്യം സ്ഥാപിക്കാനുമാണെന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആർക്കാ സംശയമുള്ളത്? കമ്മ്യൂണിസ്റ്റുകാർക്ക്. വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനൊരു സംശയം? ആർക്കാ ഉള്ളത്? ഈ സംശയം ഇല്ലാതിരിക്കെ ഇങ്ങനെയാണ് നിങ്ങൾ സംശയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു സംശയമില്ലാത്ത ആളുകളെ സംശയിപ്പിക്കുന്ന പണിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയപ്രചരണം എന്ന് പറയാം. സാംസ്കാരിക വൈരുദ്ധ്യങ്ങൾ ഇല്ലാതെയാക്കി ഒരു വ്യക്തി നിയമ പരിഷ്കരണം എങ്ങനെയാണ് ഒരു സാംസ്കാരിക പൈതൃകങ്ങളെ ഇല്ലാതെയാക്കുന്നത്? ഇതിൻ്റെയൊക്കെ കോമഡി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാന ഒരു സെൻറ്റൻസ് വായിച്ചാൽ തീരും. നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന ഏകീകൃത സിവിൽ കോഡിന് പകരം വ്യക്തി നിയമങ്ങൾക്കുള്ളിലെ വിവേചനപരമായ സമ്പ്രദായങ്ങളെ പരിഷ്കരിക്കുന്നതിനും ഭേദഗതികൾക്കും അനുകൂലമായ ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതായത് നമുക്ക് പാൻറ് വേണ്ട, ഞെരിയാണി വരെ ഇറക്കമുള്ള ഒരു നിക്കർ മതി. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അവിടെ എന്താവും? വ്യക്തി നിയമം പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ യൂണിഫോം സിവിൽ കോഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി എങ്ങനെയാണ് അവിടെ ഇല്ലാതെയാവുന്നത്? അവർക്ക് തന്നെ സെൽഫ് കോൺട്രഡിക്ടറി ആയി പോകുന്നത് ഇങ്ങനെയാണ്. അടുത്തത്, പല പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതുപോലുള്ള ആശയം ചെയ്യുന്ന രണ്ട് കൂട്ടരെ നിങ്ങൾക്ക് കാണാം. ഒന്ന് നമ്മുടെ മൗദൂദികളാണ്, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. മൗദൂദികളുടെ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ചില വാക്കുകൾ അവിടെ കാണാം. ഇവിടുത്തെ കുറച്ച് എക്സ് മൗദൂദികളൊക്കെ ഇരിപ്പുണ്ട് അല്ലേ? എന്താണ് സാമ്രാജ്യത്വ വിരുദ്ധം അല്ലേ? പിന്നെ അങ്ങനെ ചില വാക്കുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഈ വാക്കില്ലാതെ അവർക്കൊരു പാസേജ് എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരൊരു പാസേജ് എഴുതുമ്പോഴും ഈ വാക്കുകളൊക്കെ എന്തായാലും കാണും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ കാലം, അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, അന്ധവിശ്വാസങ്ങൾ, സ്യൂഡോ സയൻസ്, ഇതുപോലെ മതങ്ങൾ, ഇതിൻ്റെയൊക്കെ അന്ധകരായിട്ട് മാറാൻ പോകുന്നത് ആരാണ്? ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിൽ തന്നെ സോഷ്യൽ മീഡിയ. പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രക്കട്ടിങ്ങോ ഒരു പോസ്റ്റോ ഒരു എഴുത്തോ എടുത്തു വെച്ച് കമ്പയർ ചെയ്തിട്ട് ആളുകളെ കാണിക്കാനുള്ള എന്ത് സംവിധാനം ഉള്ളത്?
അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ പോയതുകൊണ്ടാണ് ഈ ബുദ്ധദേവ് ഭട്ടാചാര്യയൊക്കെ വളർന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ മുഖ്യമന്ത്രിക്ക് ഒരു ബുദ്ധദേവ് ഭട്ടാചാര്യ ആകാൻ കഴിയാത്തതും. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് ഓർക്കുക, യൂണിഫോം സിവിൽ കോഡിൻ്റെ സമയത്ത് എഴുതിയതും ശബരിമല വിഷയം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതേ മുഖ്യമന്ത്രി എഴുതിയ സംഗതികൾ, കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയ സംഗതികളും ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആ വൈരുദ്ധ്യം എത്രമാത്രം, കാപട്യം, ഇവർ മുന്നോട്ട് വെക്കുന്ന കാപട്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു അപജയം സംഭവിക്കുമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ മതങ്ങളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ്. ആ സംഗതിയിലാണ് അവർ അടിപതറാൻ പോകുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ഇവിടെ നമുക്ക് കാണാം. ഈ വിഷയം സംബന്ധിച്ചിട്ട് നമ്മളുടെ സ്ത്രീകൾ നേരത്തെ കണ്ട മാതൃഭൂമി പത്രത്തിൽ കണ്ട വാർത്ത, ഞങ്ങളുടെ ഭാഗവും കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സർക്കാർ തിരിച്ചു കൊടുത്ത മറുപടിയിൽ എഴുതിയിരിക്കുന്നതാണ്: സൂചനയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മുസ്ലിം പിന്തുടർച്ചാവകാശത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം സംബന്ധിച്ച സുപ്രീം കോടതി മുൻപാകെയുള്ള ഹർജിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ സമുദായ സംഘടനാ ഭാരവാഹികൾക്കാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നതും എന്നും വനിതാ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു വിവേചനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സമുദായ സംഘടനകളുമായി കൂടിയാലോചിച്ച് കൊണ്ടാണ് തീരുമാനം കൈക്കൊണ്ടുവരുന്നതെന്ന വിവരം താങ്കളെ അറിയിക്കുന്നു എന്ന് നമ്മളുടെ കത്തെഴുതിയ നമ്മളുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് അറിയിച്ചു കൊടുത്തു. ഇതിലാണ് ഇതിൻ്റെ ചതി കിടക്കുന്നത്. സമുദായ നേതാക്കളെ വിളിച്ചു, ശരിയാണ്. സമുദായ നേതാക്കൾ മുഴുവൻ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവരല്ലേ വരുള്ളൂ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ലെയിൻ ആയിട്ട് പറയാം. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് ഇതിൻ്റെ കുഴപ്പമെന്നാണ് നമ്മൾ പറയുന്നത്. സമുദായ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ അത് വലിയ ചർച്ചാ വിഷയമാക്കുന്നു. BP സുഹ്റയൊക്കെ വന്നിരുന്നുകൊണ്ട് എന്താണ് മുസ്ലിം വുമൻ ഫോർ ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടന, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അവസാനം ആ പറഞ്ഞ സംഗതി ഇതാണ്: ശരീഅത്താണ് ശരി എന്ന് പറഞ്ഞിട്ട്, ഇത് നിങ്ങൾ കണ്ടു കാണും വാർത്തയൊക്കെ, എന്നാലും ഞാൻ ഓടിച്ചൊന്ന് പറയാണ്. അങ്ങനെ സത്യവാങ്മൂലം നൽകുമെന്ന തീരുമാനം എടുക്കുന്നു, സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു കോഴിക്കോട് വെച്ച് നടന്ന ആ ഒരു സമ്മേളനം, യൂണിഫോം സിവിൽ കോഡ് വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു, അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സെമിനാറിൽ സ്ത്രീകളെ ആരും ക്ഷണിച്ചില്ല. മുസ്ലിം സ്ത്രീകൾ പോട്ടെ, അല്ലാതെ ആരുമില്ല. അത് വലിയ ചർച്ചയാകുന്നു. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ പറയുന്നു CPM കാണിച്ചത് ഒരു കപടതയാണ്, അതൊരു തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ വേട്ടയാടാൻ വരും. പക്ഷേ ഇതിനകത്ത് തന്നെയുള്ള ആളുകൾ, ഖദീജ മുംതാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ പച്ചയ്ക്ക് വന്ന് പറഞ്ഞു CPMൻ്റെ ആ നിലപാട് തെറ്റാണ് എന്ന് പറയുന്നു. ഇവരോട് എന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവിടെ കൃത്യമായ അവഗണനയും കൃത്യമായ രീതിയിൽ അകറ്റി നിർത്തലുകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഒരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച്. നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി, മതപരിഷ്കരണം എന്ന് പറയുന്ന സംഗതി, മതത്തെ പരിഷ്കരിക്കണം എന്നൊന്നും ഞാൻ പറയാറില്ല. മതം എന്ന് പറയുന്ന സംഗതി അങ്ങനെ പരിഷ്കരിച്ച് നല്ല കുട്ടപ്പനാക്കി കൊണ്ടു നടക്കേണ്ട ഒരു സാധനമേ അല്ല. മതത്തിനെ മതത്തിൻ്റെ വഴിക്ക് വിടുക, അതിനെ വേറെ മാറ്റി നിർത്തുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പുരോഗമനമുണ്ട് എന്നും നമ്മൾ കുറച്ചൊക്കെ ഒരു സെറ്റപ്പുള്ള ഒരാളാണെന്ന് കാണിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ചില മതങ്ങളെ, അന്ധവിശ്വാസങ്ങളൊക്കെ എതിർക്കുക, അത് തള്ളിപ്പറയുക. ഈ വിശ്വാസികളുടെ ഇടയിൽ തന്നെ കാണാം, ഞാൻ നല്ല വിശ്വാസിയാണ്, ഞാൻ അന്ധവിശ്വാസമൊന്നും ഇല്ലാത്ത മതവിശ്വാസിയാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. ബേസിക്കലി രണ്ടും അന്ധവിശ്വാസമല്ലേ അല്ലേ? ഈ മുജാഹിദ് വിഭാഗത്തെ ഒന്ന് നോക്കിയാൽ മതി. സുന്നികളെ നോക്കിയിട്ട് അവർ കാഫിർ, എന്താണ്, കുബൂരികൾ എന്നാണ് വിളിക്കുക. എന്താ കാരണം? അവിടെ അവർ ഖബറാരാധകരാണ് എന്നാണ് പറയുക. ഈ മക്ബറയിലൊക്കെ പോയി മറ്റേ മടവൂരും അങ്ങനെയുള്ള ഇവിടെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ നേരെ പോയി പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കും. അത് അടിപൊളി, അത് ശരിയായ വിശ്വാസം. ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അന്ധവിശ്വാസമാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പം നമ്മൾ കണ്ടു ഈ ഗണപതിയിലെ മിത്തും മുത്തും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. അവിടെ പോലും തൂക്കി നോക്കുന്ന സമയത്ത് കൈവറയ്ക്കുന്നു, അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറയേണ്ട സമയത്ത് പ്രശ്നങ്ങൾ കാണുകയാണ്. ഒരു കൂട്ടം ആളുകളെ മാത്രം നവോത്ഥാനം നടത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കപടത മനസ്സിലാക്കണമെങ്കിൽ ഇതും കൂടി കാണേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, EMS എന്താ പറഞ്ഞത്, അതുപോലെ ആ കാലഘട്ടത്തിലുള്ള നേതാക്കൾ എന്താ പറഞ്ഞത്, ഒരു കാലഘട്ടം വരെ ഈ CPMൻ്റെ ഏറ്റവും അടുത്തുള്ള നേതാക്കൾ പോലും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സംഗതി അതിൽ പറയേണ്ട ഒരു കാര്യം, ഈ 44-ാം വകുപ്പ് റദ്ദാക്കുമെന്ന് പറയുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയൊരു തമാശ. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതിലാണല്ലോ ഈ സാധനം ഉള്ളത്.
അതിൽ ആ സാധനം ഉണ്ട് എന്നതിൻ്റെ പേരിലാണല്ലോ ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് BJP ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഈ സാധനങ്ങൾ റദ്ദാക്കുക. ഇത് 44 അവിടെ ഇരിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. 44 ഇല്ലാതെയാക്കുക, അത് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വാദിക്കുക. ഇതാണ് ഒരു കാലത്ത് നടന്നത്, ഇപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2016 കോഴിക്കോടൊക്കെ വെച്ച് നടന്നിട്ടുള്ള സമസ്തയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന യൂണിഫോം സിവിൽ കോഡ് വിരുദ്ധ റാലിയിൽ അവർ ബാനർ എഴുതി കൈ പിടിച്ചിരിക്കുന്നത് ഈ സാധനം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് എടുത്തു വെച്ചിട്ട് നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് മതി, നമുക്ക് പറ്റാത്തതൊന്നും ഇതിനകത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് എടുക്കുന്ന ആളുകളെ നിങ്ങൾ എന്തെന്നാ വിളിക്കാറ്? നിങ്ങൾ എന്താ വിളിക്കാൻ തയ്യാറാവുക? അവരെ നിങ്ങൾ ഫാഷിസ്റ്റുകളെന്നും ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്കാരും എന്ന് വിളിക്കുമെങ്കിൽ ഇവരെ നിങ്ങൾ എന്താ വിളിക്കാന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. മറ്റവരെ വിളിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ വിളിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഇവിടെയും ഇവരെ തക്കതായ നല്ല പേരുകൾ നിങ്ങൾ കണ്ടെത്തി, പറ്റുമെങ്കിൽ നല്ല അറബി പേര് തന്നെ കണ്ടെത്തി വിളിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. EMS ഒക്കെ പറഞ്ഞത് ഇതാണ്, ഏകീകൃത സിവിൽ കോഡിന് സമയമായി. നമ്മൾ സ്പേസ് ടൈം ആർഗ്യുമെന്റ് അത് റദ്ദാക്കിയത് എങ്ങനെയാണ് റദ്ദാകുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാക്കൾ ചെയ്യുന്ന കാര്യമാണ്. പൊതു സിവിൽ നിയമം ഉടൻ വേണം, സമയം അടുത്തു, ഇപ്പം വേണം. ഇതൊക്കെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുന്നെയാണ്, ദശകങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് നമ്മളുടെ മുഖ്യമന്ത്രി ഇപ്പം പറയുന്നത് ഇതിനെക്കുറിച്ച്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചത് പണ്ട് ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇപ്പം നിങ്ങളെന്താ ഇങ്ങനെ തലകുത്തി നിൽക്കുന്നത്, ഇങ്ങനെ ടേൺ അടിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നീ സംഖ്യയാണ്, നിങ്ങൾ ഹിന്ദുത്വ അജണ്ടക്കാരാണ് എന്നും പറഞ്ഞിട്ട് ആളുകളെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ട്രാപ്പിൽ ആരും വീഴരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ചാപ്പയടിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, ആ വിമർശനങ്ങളെ തടുക്കുക എന്നുള്ളതാണ്. രണ്ട്, നിങ്ങളെ നിശബ്ദരാക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ വിമർശനവും വേണ്ട, നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. ഈ ചാപ്പയടിക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന സ്വഭാവം, അതിൻ്റെ ആ ബേസിക് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്, അതിൻ്റെ ടൈൻറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാഷിസമാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഹെയ്റ്റാണ്, വിദ്വേഷമാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സിൽ ഈ വിദ്വേഷ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയിലേക്ക് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ ചാപ്പ. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, നമുക്കൊക്കെ അടിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മളെല്ലാവരും അടിക്കുന്ന ആളുകളായിരിക്കും, ഏറ്റുവാങ്ങുന്ന ആളുകളായിരിക്കും, സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു ചാപ്പ കിട്ടിയ ആളുകളെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അവിടെ കമന്ന് കടന്ന് മാപ്പ് പറയുന്ന മീഡിയ വണ്ണിനെയാണ് നമ്മൾ കണ്ടത്. എന്താ അവർ ചെയ്തത്? അറിയാതെ ഒരു വാർത്ത കൊടുത്തു പോയി, ഈ കമ്മ്യൂണിസ്റ്റുകാരൊന്ന് കണ്ണുരുട്ടി. പിന്നെ നമ്മൾ കണ്ടത് നമ്മളുടെ മുക്കാൽ മീഡിയ അവിടെ മൂക്കുകുത്തി വീണ് കടന്ന് മാപ്പ് പറയുന്നതാണ്. ഇനി നമ്മളുടെ ഒരു അവസാനം, ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യക്കൊരു മോചനം എന്ന് പറയുന്നൊരു സംഗതി, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നൊരു മുന്നോട്ടുള്ള പോക്ക്? ഇതിൽ ആരെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക? ഇതിലെങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യുക? ഇതിൽ ആർക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇതെല്ലാം കണക്കാണ്, ആരും ഒരാളെക്കാളും മെച്ചമില്ല. ഇതിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ആ നടുക്കുന്ന ആള് പച്ചയ്ക്ക് പറയും, ബാക്കിയുള്ള ആളുകൾ പച്ചയ്ക്ക് പറയാതെ ആളുകളെ കണ്ണി പൊടിയിട്ട് പറ്റിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടണോ അതല്ല ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുത്തുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കണോ? ഇതേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അവിടെ ഒരൊറ്റ കാര്യം മാത്രം നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അത് ഈ തുടർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടു നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. അത് BJP ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി. ഇല്ലാന്നുണ്ടെങ്കിൽ നാട് കുട്ടിച്ചോറാവും എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അത് ജെൻഡർ ഇക്വാലിറ്റിയാണ്. അത് ആര് കൊണ്ടുവന്നാലും അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുക, അത് ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ. ഇതിനെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ BJP കൊണ്ടുവരുന്ന ബിരിയാണിയല്ലേ തിന്നൂല എന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ നമ്മളുടെ കേരളത്തിൽ നല്ല അസൽ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി വെച്ച് വിളമ്പൂ, നമ്മളെല്ലാവരും മൂക്കുമുട്ടയെ കഴിക്കാം എന്നാണ് പറയുന്നത്. അതെല്ലാവരും ഇവിടെ സ്വീകരിക്കും. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. NRCയുടെ ഒരു നേതൃത്വത്തിൽ ഒരു പരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാ വേദിയിലും ഇങ്ങനെ ഒന്ന് ഇതുപോലെ പറയുന്ന ആൾ എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആ ഒരു മൂഡിലായിപ്പോയി. നമ്മളിതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഒരു നിമിഷ നേരത്തേക്ക് മറന്നു. ഒന്ന് ക്ഷമിക്കുക. NRCയുടെ ആക്ടിവിറ്റീസ് അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന് മികച്ച മാതൃകയാണ്
കണ്ണൂർ ജില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2ാമത്തെ തവണയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഡാൻസ് കളിച്ച ഒരു ഡാൻസ് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ, ആ ഒരു പദ്യം അത് അവതരിപ്പിച്ചത്. ആ കുട്ടി പനി പിടിച്ച് കിടക്കുകയായിരുന്നോ, എന്നിട്ടാണ് ഡാൻസിന് വന്നതെന്നോ ആരോ പറഞ്ഞു അല്ലേ? അത് സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ആ കുട്ടിക്ക് പാരസെറ്റമോൾ കൊടുത്തു കാണും അല്ലേ? ഹോമിയോ മരുന്നില്ല. ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ കളിക്കില്ലായിരുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു റിയൽ പ്രോബ്ലത്തിന് റിയൽ സൊല്യൂഷൻ വേണം എന്ന് പറയുന്നത്. അത് നമ്മൾ കാണുകയാണ് എല്ലാത്തിനും. അതുപോലെ മറ്റൊരു കുട്ടി കാലിന് ബുദ്ധിമുട്ടായിട്ട് ഇരുന്ന് പ്രസൻറ്റ് ചെയ്തു. പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ക്ഷമിക്കുക. ഇത് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസൻസിൻ്റെ ഈ ലിറ്റ്മസ് പരിപാടിയുടെ പ്രചരണാർത്ഥം ചില മൈക്കുമായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ഇറങ്ങിയപ്പോൾ യുവത അവരോട് പ്രതികരിക്കുന്ന രീതി കണ്ടാൽ നമുക്കൊരു കാര്യം നമുക്ക് അഭിമാനപൂർവ്വം പറയാം. നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്നൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ ഇതുപോലെ സംഘടനയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കേണ്ട ഒരു കാലം അധികം നാൾ ഉണ്ടാവില്ല. ഈ നാട്ടിലെ ഭൂരിഭാഗം ജനതയും മതത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചർച്ചയാകുന്നത് പോലും അപ്രസക്തമാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുൻനിര ഓട്ടക്കാർ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. അതിൽ ഇവിടെ എത്തിച്ചേർന്ന ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ പോലും ഉണ്ട്. അദ്ദേഹം യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നതാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് വേണമെങ്കിൽ കൈ പൊക്കാം. അയ്യാ ബാക്കിലുണ്ട്. അദ്ദേഹം നമ്മളെ പരിപാടി, നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മളുടെയൊക്കെ പല പരിപാടി ആളുകളെയൊക്കെ കണ്ടിട്ട് വന്നതാണ്. അങ്ങനെ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ വരുന്നു. അദ്ദേഹമൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യം ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അവിടെയൊന്നും ഒരാളെ പോലും കിട്ടുന്നില്ല കൂടെ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയാൻ പോലും അദ്ദേഹം കോഴിക്കോടൊക്കെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് മലയാളമൊക്കെ അറിയാം. അതുകൊണ്ട് പലതും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അതേപോലെ ഈ ഒരു പരിപാടിയിലേക്ക് ഇത്രയും ആത്മാർത്ഥമായിട്ട് വരികയും അതിനുവേണ്ടി ഒത്തൊരുമിച്ച എല്ലാ ആളുകളെയും, പ്രവർത്തിച്ച ആളുകളെ, പങ്കെടുത്ത ആളുകളെ, ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വെറീസ് അർപ്പിച്ചിട്ടുള്ള നമ്മൾ വർഗീസ് ചേട്ടൻ, എല്ലാവർക്കും നന്ദി. മറ്റ് ജില്ലയിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട്, NRCയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അടുത്ത തവണ കണ്ണൂരുകാർ മറ്റ് ജില്ലയിലേക്കും കൂടി ഒന്ന് നടന്ന് പരിപാടി ഇവന്റ് മാനേജ് ചെയ്ത് കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്സ്.